നമ്മൾ ഈ പറയുമ്പോൾ അഴിമതിക്കെതിരെ, അതായത് അണ്ണാ ഹസാരയ്ക്കൊപ്പം അഴിമതിക്കെതിരെ പോരാടിയ ഒരു നേതാവിനെയാണ് അഴിമതി കേസിൽ തന്നെ ED ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. BJP സർക്കാരിന്റെ നിത്യവിമർശകൻ അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട നാടകീയതകൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തെ ED ആസ്ഥാനത്തേക്ക് കൂടി എത്തിച്ചിരിക്കുന്നു. ഇനി ED നീക്കം എന്തായിരിക്കും? ഇദ്ദേഹത്തെ ഇനി ചോദ്യം ചെയ്ത് നാളെ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാവുമോ നീക്കം? സേതു, വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ നടക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കും ED കടക്കുക. എന്തായാലും ഇതിനോടകം അദ്ദേഹത്തെ ED ആസ്ഥാനത്തിനകത്തേക്ക് എത്തിച്ചു. ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ പോകുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ED കോടതിയെ സമീപിക്കും. കസ്റ്റഡി ആവശ്യം തന്നെയായിരിക്കും ED ഉന്നയിക്കുക. അതായത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി. ഇന്ന് ഹൈക്കോടതിയിൽ കെജ്രിവാൾ സമീപിച്ച സമയത്തും അദ്ദേഹത്തിനെതിരെ ആ ഒരു ഇടക്കാല ആശ്വാസം, ആ ഒരു ഉത്തരവ് ഇറക്കാൻ വിസമ്മതിച്ചത് തന്നെ ED കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയത് കൊണ്ടായിരുന്നു. അതേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിൽ ചുരുങ്ങിയത് ഒരു 7-10 ദിവസം, കാരണം നേരത്തെ ഇതേ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ കവിതയെ അടക്കം നിലവിൽ 10 ദിവസത്തെ കാലാവധി കസ്റ്റഡി കാലാവധിയായിരുന്നു ED ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി കോടതി അനുവദിച്ചിരുന്നു. അത് 23-ാം തീയതി തീരാൻ പോവുകയാണ്. അതേ സമാന രീതിയിൽ തന്നെ ഒരു 10 ദിവസത്തെയോ 15 ദിവസത്തെയോ കസ്റ്റഡി കാലാവധി അത് തന്നെയായിരിക്കും കോടതിയിൽ ED ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്. വിശദമായിട്ട് തന്നെയുള്ള ചോദ്യം ചെയ്യൽ, ദിവസങ്ങൾ നീണ്ടുകൊണ്ട് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് തന്നെ കടക്കും എന്നുള്ള കാര്യം തന്നെ വ്യക്തമായിട്ടുണ്ട്. അല്പം മുൻപ് ഇവിടേക്ക് എത്തിയ പോലീസ് വാഹനങ്ങൾ ആദ്യം പത്രപ്രവർത്തകർ ഓടിയത് അതൊരു ഡീകോയ് ആയിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 വഴികളാണ് ED ആസ്ഥാനത്തേക്ക് ഉള്ളത്. ഈ 3 വഴിയിൽ ഏത് വഴിയിൽ കൂടെ വേണമെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാമെന്നുള്ള രീതിയിൽ തന്നെ നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു കോൺവോയ് എത്തിയ സമയം അത് ഒരു ഡീകോയ് ആയിരുന്നു. ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ വലതുവശത്തേക്ക് ഓടിയ സമയത്തായിരുന്നു മറ്റൊരു വഴിയിൽ കൂടി അരവിന്ദ് കെജ്രിവാളിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഡൽഹി EDയുടെ ആസ്ഥാനത്തേക്ക് എത്തിയത്. അതിന് പിന്നാലെ മറ്റൊരു വാഹനത്തിൽ, ഒരു ബസ്സിലും മറ്റ് ചെറുവാഹനങ്ങൾ കാറുകളിലുമായി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ സേനയും പാസ് ചെയ്തു പോയി. അവരും ED ആസ്ഥാനത്തേക്ക് എത്തി. അതായത് ആദ്യം ഒരു ഡീകോയെ എത്തിച്ചുകൊണ്ട് അതിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ മറ്റൊരു റൂട്ടിലൂടെ ഡൽഹി ആസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇതിൽ EDക്കുണ്ട്, പോലീസിനുണ്ട്. അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് എങ്ങനെ സിവിൽ ലൈൻസിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ഇവിടെ പൃഥ്വിരാജ് റോഡിലുള്ള ED ആസ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ളൊരു പ്ലാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നേരത്തെ സംസാരിച്ച പോലെ 20 മിനിറ്റിനകം തന്നെ അവിടെ നിന്നും വസതിയിൽ നിന്നും ED ആസ്ഥാനത്തേക്ക് എത്തിച്ചിരുന്നു. ഇനി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷം തന്നെ ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകുക തന്നെയായിരിക്കും ED ചെയ്യുക. ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ EDയുടെ പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ടായിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ED എത്തിയപ്പോൾ തന്നെ ആദ്യം ആവശ്യപ്പെട്ടത്, അതായത് ഒരു സെർച്ച് വാറണ്ടുമായിട്ടാണ് അദ്ദേഹം ED ആദ്യം എത്തിയത്. ED റെയ്ഡ് ചെയ്യുകയാണെന്നുള്ള കാര്യം ആം ആദ്മി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. ED ഓഫീസിലെത്തി അല്ലെങ്കിൽ ED ആസ്ഥാനത്തെത്തി തങ്ങളുടെ പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിന് സമ്മതിക്കണം, അല്ലെങ്കിൽ അതിന് വഴങ്ങി തരണം എന്നുള്ള കാര്യമാണ് ED അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് 2 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം അവിടെ നിന്നും ഏകദേശം 10 മണിക്ക് ശേഷം ഡൽഹി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും പുറപ്പെട്ടതും പിന്നാലെ ED ആസ്ഥാനത്തേക്ക് എത്തിയതും. ഇനി കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ. അതിനുശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും, അല്ലെങ്കിൽ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നാലെ കസ്റ്റഡി അപേക്ഷ നൽകി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുക തന്നെയായിരിക്കും നീക്കം. അതേസമയം തന്നെയാണ് മറ്റൊരു നിർണായക നീക്കം. ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചതും അത് അടിയന്തരമായി കേൾക്കണം എന്നുള്ള കാര്യമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആവശ്യമെങ്കിലും അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു. അത് ഒരു പക്ഷേ നാളെ ആ ഒരു കേസ് ഉണ്ടാവും. അതിനുശേഷം ഒരു ആശ്വാസം സുപ്രീം കോടതിയിൽ നിന്നും ലഭിക്കുമോ എന്നുള്ള കാര്യം കൂടിയാണ് ഉറ്റുനോക്കാനുള്ളത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ തന്നെയായിരിക്കും ED സമർപ്പിക്കാൻ പോകുന്നത്. പിന്നാലെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കും. മനീഷ് സിസോദിയയുടെ കാര്യത്തിൽ എങ്ങനെ സംഭവിച്ചോ അതേ രീതിയിൽ തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഡൽഹി മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും നടക്കാൻ പോകുന്നു. അതിനുശേഷമുള്ള നടപടികളിലേക്കും ED കടക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ഈ രാഷ്ട്രീയമായിട്ട് കൂടി ഈ ഒരു സംഭവത്തെ നോക്കുകയാണെങ്കിൽ അർജുൻ, ഈ പരാജയ ഭീതിയിലുള്ള ED വേട്ടയാടൽ എന്ന് തന്നെയാണ് പ്രതിപക്ഷ
കക്ഷികൾ ഒന്നടങ്കം ഈ ഒരു ED നടപടിയെ ആരോപിക്കുന്നത്. വലിയ വലിയ പ്രതിഷേധങ്ങൾക്കപ്പുറം നമ്മുടെ ഈ ഇന്ത്യ സഖ്യത്തിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് മമതാ ബാനർജി അടക്കം പറയുന്ന ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വേണം. ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകണം. EDയുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് മുതിരണമെന്ന് മമതാ ബാനർജി പറയുന്നു, ഉദ്ധവ് താക്കറെ പറയുന്നു, ശരത് പവാർ പറയുന്നു, രാഹുൽ ഗാന്ധി പറയുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യം വീണ്ടും ഒന്നിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി EDയുടെ ഈ ഒരു നടപടി, അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോട് കൂടിയുള്ള ഈ നടപടി ഇന്ത്യ സഖ്യത്തിന്റെ ഒത്തൊരുമിക്കലിന് കൂടി ഒരു വേദിയായി തീരുകയാണോ? സേതു, കരുത്തു പകരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നേരത്തെയും ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പോലും സഖ്യമില്ല, അല്ലെങ്കിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും വ്യത്യസ്തമായി ഒറ്റയ്ക്കിറങ്ങി മത്സരിക്കുകയാണെങ്കിൽ പോലും അതെല്ലാം നേരത്തെ വിലയിരുത്തപ്പെട്ടതാണ്. കേരളം പോലെ തന്നെ പശ്ചിമ ബംഗാളിലും കേരളത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു. തൃണമൂലും കോൺഗ്രസും CPM-ഉം വ്യത്യസ്തമായി തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം കേരളം പോലെ തന്നെ അവിടെ സംഭവിക്കും. പക്ഷേ അതൊന്നും വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വിള്ളൽ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം തൃണമൂൽ അതിനപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ കരുത്ത് പകർന്നുകൊണ്ട് നിലനിന്ന, അല്ലെങ്കിൽ BJP-യെ ഭരണത്തിൽ നിന്നും താഴെയിറക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം തന്നെയായിരുന്നു തൃണമൂലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും ആം ആദ്മി പാർട്ടിക്കും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഒരു തിരിച്ചടി എന്ന് പറയാൻ സാധിക്കുക ബീഹാറിൽ നിതീഷ് കുമാർ JDU NDA-ക്കൊപ്പം പോയതാണ്. പക്ഷേ വീണ്ടും ഇപ്പോൾ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി ആയാലും KC വേണുഗോപാൽ ആയാലും CPI-ൽ നിന്ന് സീതാറാം യെച്ചൂരി ആയാലും, കാരണം സീതാറാം യെച്ചൂരി എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഇന്ത്യ സഖ്യത്തെ പറ്റി. അദ്ദേഹത്തെ ഏകോപന സമിതിക്കെതിരെയായാലും കേരളത്തിലെ സാഹചര്യം എല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിനെതിരെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. കാരണം ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹം എന്നുള്ള ഐഡിയ എന്ന് പറയുന്നത് BJP-യെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നുള്ളതാണ്. ആ ഒരു ഐഡിയയുമായി അടിയുറച്ച്. ശരി അർജുൻ, എന്താണെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി അടിയന്തരമായി കെജ്രിവാളിന്റെ ആവശ്യം പരിഗണിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹർജി അടിയന്തരമായി കേൾക്കില്ല എന്നൊരു നിലപാട് എടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹവുമായിട്ടുള്ള വാഹനവ്യൂഹം ഇപ്പോൾ ED ആസ്ഥാനത്തേക്കെത്തി. അദ്ദേഹത്തെ ഇനി വിശദമായി ചോദ്യം ചെയ്യലിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക.